അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല അടിപൊളി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഹെയർ ഓയിൽ. ഇത് നല്ലൊരു ആയുർവേദിക് മെഡിസിനും കൂടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് കറ്റാർ വാഴ, വെളിച്ചെണ്ണ, ഞാൻ എടുത്തിരിക്കുന്നത് പാരച്യൂട്ടിൻ്റെ 2 ലിറ്റർ വെച്ച് 2 ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ആവണക്കെണ്ണ 250 ml 3 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കരിഞ്ചീരകം 250 ഗ്രാം, ഉലുവ 250 ഗ്രാം, സവാള 4 എണ്ണം. സവാളയുടെ മെഷർമെൻറ്റ് വെളിച്ചെണ്ണ 1 ലിറ്റർ അനുസരിച്ച് ഒരു സവാളയാണ് ഇതിൻ്റെ മെഷർമെൻറ്റിൽ എടുത്തിരിക്കുന്നത്. കറിവേപ്പില, മൈലാഞ്ചി ഇല, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കതിന് ആദ്യം ചെയ്യേണ്ടത് കറ്റാർവാഴ എടുക്കുക. അത് എത്ര നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റും അത്രയും നല്ലത്. കറ്റാർവാഴ തൊലി കളയാതെ തന്നെ നമുക്ക് ചെറുതായി കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. ഇതൊരു ആയുർവേദിക് മെഡിസിനും കൂടിയാണ്. ഇതെല്ലാവരും തന്നെ അത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും അഭിപ്രായം പറയുകയും വേണം. ഇത് കുറേ ആളുകൾ ഇത് ട്രൈ ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇടാൻ തന്നെ കാരണം തന്നെ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സവാളയാണ്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഓയിലിലേക്ക് ഇടേണ്ടത്, വെളിച്ചെണ്ണയിലേക്കിട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് സവാള ചെറുതായിട്ട് അത്ര ചെറുതല്ല, ഒരു വലുപ്പ രീതിയിൽ ഗ്രൈൻഡ് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. അതിലേക്ക് ഉലുവ, കരിഞ്ചീരകം ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് 250 ഗ്രാം വെച്ചാണ് ഉലുവയും കരിഞ്ചീരകവും എടുത്തിരിക്കുന്നത്. ആവണക്കെണ്ണ 250 ml 3 ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കുറവ് വരാതെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. നല്ല കട്ടിയുള്ള അടിക്കട്ടിയുള്ള നല്ല ഉരുളിയാണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. അതിലേക്ക് ഞാൻ 4 ലിറ്റർ വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള കറ്റാർവാഴയുടെ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ തവി വെച്ച്, നല്ല മരത്തിൻ്റെ തവി വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കാവുന്നതാണ്. ചെറിയ തീയിലിട്ട് വേണം, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലതുപോലെ കൈയെടുക്കാതെ തന്നെ തവി വെച്ച് നന്നായിട്ട് ഇളക്കുക. ഇനി അതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള മൈലാഞ്ചിയുടെ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കറിവേപ്പിലയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കുക. ഇനി ഉലുവ, കരിഞ്ചീരകം ഞാൻ പറഞ്ഞില്ല, നല്ലതുപോലെ പൊടിച്ചിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്യാൻ. നല്ലതുപോലെ പൊടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ തവി എടുക്കാതെ തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും, കരിയാൻ സാധ്യതയുണ്ട്. അതിനാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്യണമെന്ന്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ചെറുതായെല്ലാം നല്ലതുപോലെ ചൂടക്കായി നല്ല പതകളെല്ലാം പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടു, നല്ലതുപോലെ തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഈ നേരത്തെ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നല്ലതുപോലെ ഇത് മരത്തിൻ്റെ തവി വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് തിള വന്നതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ എണ്ണ കൊണ്ട് നല്ല ഉപകാരങ്ങളാണ് കേട്ടോ. ഇപ്പോഴത്തെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെയാണെങ്കിൽ കൂടുതലും തലയിൽ നമ്മുടെ ഇവിടുത്തെ വെള്ളമൊന്നും പറ്റാത്തതിൻ്റെ സ്ഥിതിക്ക് താരൻ, അതുപോലെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോവുക, അവർക്കെല്ലാം പ്രത്യേകിച്ച് എല്ലാ മുതിർന്നവർക്കും പെൺ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലതുപോലെ പതയെല്ലാം വന്നോടി നന്നായിട്ട് വെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം തന്നെയായിട്ട് ചെയ്തെടുക്കാൻ. നല്ലതുപോലെ തവി വെച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കരുത്, എടുത്തു പോയാൽ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട്. തിള വരുംതോറും നല്ല പത പോലെ ഇങ്ങനെ പൊന്തി വരും. ഓക്കെ, നമ്മുടെ ഈ എണ്ണയുടെ അളവ് എന്ന് പറയുന്നത് ഈ പത എല്ലാം നല്ലതുപോലെ മാറി വെളിച്ചെണ്ണ മാത്രം മുകളിലേക്ക് എണ്ണ തെളിഞ്ഞു നിൽക്കും. അതാണ് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത്.
കണ്ടില്ലേ, എല്ലാ പതെല്ലാം മാറി താന്ന് ഇപ്പം നല്ല പോലെ വെളിച്ചെണ്ണ മാത്രം മുകളിലേക്ക് തെളിഞ്ഞ് കണ്ടില്ലേ, കൂട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. ഈ ഒരു ലെവലിൽ വേണം നമുക്ക് ഓയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ എണ്ണ ഹെയർ ഓയിൽ നമുക്ക് എത്ര കാലം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ്. ഇത് പ്രത്യേകിച്ചും നല്ല ചില്ല് കുപ്പികളിൽ വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടി. കുറേ നാളിത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ ഒരു ബോട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. താങ്ക് യു.